ലോകരാഷ്ട്രങ്ങളെല്ലാം പാകിസ്ഥാൻ ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഭാരതത്തോടൊപ്പം നിൽക്കുമ്പോൾ ചൈനയും തുർക്കിയും വിരുദ്ധ നിലപാട് കൈക്കൊള്ളുന്നു. സൈനിക സഹായം നൽകുന്നു. ചൈന രംഗത്ത് വന്നതുകൊണ്ടാണോ അമേരിക്ക നിലപാട് മയപ്പെടുത്തി ഒരിടനില റോള് എടുക്കുന്നത്? ബ്രിഗേഡിയർ അനീഷെ ബാലൻ. നമസ്കാരം. ഐതിഹാസികപരമായിട്ട് എന്നും ചൈന പാകിസ്ഥാനുമായിട്ട് ഒരു സംബന്ധം പുലർത്തിയിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ അകത്ത് നടക്കുന്നതിന് ചൈനീസ് പാകിസ്ഥാൻ എക്കണോമിക് കോപ്പറേഷൻ്റെ പല ഭാഗങ്ങളിലും അവരുടെ കോപ്പറേഷൻസ് ഉണ്ട്. ഒന്ന് ഡിഫൻസിലാണ്. അതുമാത്രമല്ല, ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ള ഇൻഡസ് ട്രീറ്റിയുടെ റദ്ദാക്കി, താൽക്കാലികമായിട്ട് അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്യാഖ്യാനം ഉണ്ടായിരുന്നു. അത് ചൈനയെ വളരെയധികം ബാധിക്കും. എന്തെന്നാൽ അവിടെ അണക്കെട്ടുകൾ പണിയാനായിട്ട് പല കരാറുകളും പാകിസ്ഥാനുമായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ന് പാകിസ്ഥാനുമായിട്ട് ഇന്ത്യക്ക് ഒരു യുദ്ധമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കുള്ള ഒരു പോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം കൂടുതലായിട്ടൊന്നും അവർ ചെയ്യാറില്ല, അത്രയൊക്കെ ചെയ്യാറുള്ളൂ. അതിന് ഒരു പരിമിതിയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വാണിജ്യ ഒരു എക്കണോമിക് ട്രേഡ് റിലേഷൻഷിപ്പിൽ ഇന്ത്യയുടെ വലിയ ഒരു പങ്ക് ഇറക്കുമതി ചൈനയിൽ നിന്നാണ്. അപ്പോൾ ഒരു പരിധിവരെ ചൈനയ്ക്ക് ഇതിൽ എതിർത്ത് നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഒരു പരിധിയിൽ കൂടുതലാണെങ്കിൽ നമ്മളും അവരുമായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥകൾ തെറ്റുകയും, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് പ്രതികൂലമായിട്ട് ഇപ്പോൾ ചൈന നിൽക്കുന്നത് കൊണ്ടും അവർക്ക് ഇതിൻ്റെ ആഘാതങ്ങൾ അവർക്കറിയാം. അവർക്ക് അതിനുള്ള ഒരു ഉണർത്തലുണ്ട്. അതുവരെ അവർ നിൽക്കുള്ളൂ. തുർക്കിയുമായിട്ടുള്ളതാണെങ്കിൽ തുർക്കി പണ്ട് തൊട്ടേ പാകിസ്ഥാന് സപ്പോർട്ട് നൽകിയിട്ടുള്ള ഒരു രാജ്യമാണ്. എന്നിരുന്നാലും ഇന്ത്യ, അർമീനിയ, ഗ്രീസ് എന്നീ രാജ്യങ്ങൾക്ക് സപ്പോർട്ട് നൽകാറുണ്ട്. അതും വ്യാഖ്യാനങ്ങളിൽ കൂടിയും പ്രസ്താവനകളിൽ കൂടിയും മാത്രമാണ്. വലിയ തരമുള്ള ഒരു ആയുധ സഹായമോ അല്ലെങ്കിൽ ഒരു സന്ധിയോ അല്ല എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായമോ ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് ഇതിനെ നമ്മൾ അത്രയും വലിയ കാര്യമാക്കി ഗൗനിക്കേണ്ടതില്ല. അമേരിക്കയുടെ നിലപാടെന്ന് വെച്ചാൽ രാജ്യത്ത് ഏത് രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംഘർഷണം ഉണ്ടായാൽ അവർക്ക് അവരുടേതായ ഒരു റോള് അവർ തന്നെ കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒന്നിടപെട്ടിട്ട് അവരാണ് സമാധാനം പുലർത്താനായിട്ടുള്ള ശ്രമം അത് മുൻകൈ എടുക്കുന്നത് എന്നുള്ളത് അവരുടെ ഒരു കർത്തവ്യമായിട്ട് അവർ സ്വയം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ വരും. ഇന്ത്യക്ക് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് ഇന്ത്യക്കറിയാം. അത് ഇന്ത്യ ചെയ്തിരിക്കും, ആര് എന്ത് പറഞ്ഞാലും എങ്ങനെയായിരുന്നാലും. ബ്രിഗേഡിയർ, ഇന്ന് പഹൽഗാമിൽ തീവ്രവാദ ആക്രമണം അഴിച്ച് വിട്ടവരെ നേരിട്ട് നമ്മുടെ സൈന്യം കണ്ടു, വെടിവെച്ച് രക്ഷപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഈ ഭീകരവാദികളെ പിടിക്കുമോ പെട്ടെന്ന്? എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇവരെ എന്ന് പിടിക്കും എന്നുള്ളതാണ്. ഭീകരവാദികളെ എന്നായാലും എപ്പോഴായാലും പിടിക്കപ്പെടും. അവർ ഈ ആക്രമണം ഉണ്ടാക്കിയ തൽസ്ഥലത്തിൽ നിന്ന് വളരെയധികം ദൂരെ പോകാൻ ഒരു ചാൻസ് ഇല്ല. അതായത് അതിർത്തി വരെ പുറത്തേക്ക് കടക്കാനായിട്ടുള്ള എല്ലാ പഴുതുകളും മുൻപേ അടച്ചു കാണും. അതുമാത്രമല്ല, അവരെ തിരഞ്ഞു പിടിക്കാനായിട്ടുള്ള ചില കഴിവുകൾ, പ്രത്യേകിച്ചിട്ടുള്ള ഉപകരണങ്ങളും മിലിറ്ററി ആയിട്ടുള്ള യന്ത്രങ്ങളെല്ലാം നമ്മളുടെ കയ്യിലുണ്ട്. അതനുസരിച്ച് നമ്മൾക്ക് പിടിച്ചെടുക്കാൻ പറ്റും. മാത്രമല്ല, അവരെ കൺട്രോൾ ചെയ്യുന്ന പാകിസ്ഥാനിലുള്ളവരുമായിട്ട് അവർ വാർത്താവിനിമയം നടത്തും. അതിനുവേണ്ടി റേഡിയോ സെറ്റുകളുണ്ടായും, അത് പിടിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഇത് ഞാൻ പറയുന്നില്ല, എന്നുവെച്ചാൽ അത് നമ്മളുടെ സെക്യൂരിറ്റി ഇതിനെ കോംപ്രമൈസ് ചെയ്യും. അതുകൊണ്ട് പക്ഷേ എന്നിരുന്നാലും അവർ പിടിക്കപ്പെടും. അതിന് ഒരു കാലതാമസം ഒരു പക്ഷേ 5 ദിവസം 4 ദിവസം ഉണ്ടാകും. അത്രത്തോളം
കാട്ടിനകത്ത് അവർ എവിടെയെങ്കിലും അല്ലെങ്കിൽ മലയുടെ ഇടകൾ താഴ്വരകളിലൊക്കെ ഒളിച്ച് താമസിക്കാനുള്ള പര്യാപ്തത അവരിലും ഉണ്ടായിരിക്കും. അവർ 4-5 ദിവസത്തെ റാഷനോ ആഹാര സാധനങ്ങളോ ഒക്കെ കൂട്ടിയിട്ടാൽ അവർക്ക് 4-5 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളല്ല. ഇത്രയും വലിയ കാടുകളും ഇത്രയും വലിയ മലകളും അവിടെ വളരെ കടന്ന് എത്താനുള്ള പ്രയാസങ്ങളുണ്ട്. അതിനെ മുതലെടുത്തതുകൊണ്ട് അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ എന്തിരുന്നാലും ഒരിക്കൽ അവർ പിടിക്കപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ. സമയം എത്ര എടുക്കും എന്നുള്ളത് മാത്രമേ ഇവിടെ നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. യെസ്, നമുക്ക് കാത്തിരിക്കാം.